നമസ്കാരം. ഹണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വേഗത്തിൽ. സർക്കാരിനെതിരായ പ്രത്യക്ഷ സമര പരിപാടികൾ അവസാനിപ്പിച്ച് UDF. പ്രതിഷേധം തുടരുമെങ്കിലും ആൾക്കൂട്ട സമരങ്ങൾ ഉണ്ടാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. സമരങ്ങൾ കോവിഡ് ചട്ടങ്ങൾ പാലിച്ചു മാത്രമെന്ന് KPCC അധ്യക്ഷൻ. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ അവലോകന യോഗം വിളിച്ച് മുഖ്യമന്ത്രി. 3:30 യോഗം. രോഗവ്യാപനം കൂടിയ സ്ഥലങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വന്നേക്കും. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ തീരുമാനം. സംസ്ഥാനത്ത് 4 കോവിഡ് മരണം കൂടി. എറണാകുളത്ത് മട്ടാഞ്ചേരി സ്വദേശികളായ നിർമ്മല, ലീനസ്, ആലുവ സ്വദേശി ഷീല എന്നിവർ മരിച്ചു. കണ്ണൂരിൽ മരിച്ചത് പട്ടുവം സ്വദേശി TC ജോസ്. വൈത്തിരി മാവോയിസ്റ്റ് കേസിൽ പോലീസിനെ കുടുക്കി ഫോറൻസിക് റിപ്പോർട്ട്. CP ജലീൽ വെടിവെച്ചിരുന്നില്ലെന്ന് ഫോറൻസിക് പരിശോധനാ ഫലം. പുനരന്വേഷണം ആവശ്യപ്പെട്ട് ജലീലിന്റെ കുടുംബം. ലൈഫ് മിഷൻ ഇടപാടിലെ CBI അന്വേഷണം ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക്. UV ജോസിനെയും M ശിവശങ്കറെയും TK ജോസിനെയും CBI ചോദ്യം ചെയ്യും. യൂണിടാക്കിന് കരാർ ലഭിച്ചതിൽ ഉദ്യോഗസ്ഥ പങ്ക് അന്വേഷിക്കുന്നു. യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പന്റെ അറസ്റ്റുടൻ. വടക്കാഞ്ചേരി നഗരസഭയിൽ CBI പരിശോധന. മലപ്പുറത്ത് പൂർണ്ണ ഗർഭിണിക്ക് ചികിത്സ നിഷേധിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ആരോഗ്യവകുപ്പും മനുഷ്യാവകാശ കമ്മീഷനും. റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം. ആരോഗ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചു. IS-ൽ ചേർന്ന് ഇന്ത്യയുടെ സൗഹൃദ രാജ്യങ്ങളുമായി യുദ്ധം ചെയ്ത കേസിൽ മലയാളിക്ക് ജീവപര്യന്തം തടവ്. തൊടുപുഴ സ്വദേശി സുബ്ഹാനി ഹാജ മൊയ്തീനെതിരായ ശിക്ഷ വിധിച്ചത് കൊച്ചിയിലെ പ്രത്യേക NIA കോടതി. സമൂഹത്തിന്റെ സുരക്ഷ പ്രധാനമെന്ന് കോടതി. പ്രതി നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും വിചാരണ കോടതിയുടെ നിരീക്ഷണം. ഒരാൾക്കൊരു പദവി ചർച്ച കോൺഗ്രസിൽ വീണ്ടും സജീവം. ഇരട്ട പദവി വഹിക്കുന്ന എല്ലാ നേതാക്കളും ഒഴിയണമെന്ന് ഒരു വിഭാഗം. പാർട്ടിയിൽ കൂടിയാലോചനകൾ നടക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി K മുരളീധരൻ MP. മുതിർന്ന നേതാക്കൾ ഇന്ന് യോഗം ചേരും. UDF കൺവീനർ പദവിയിൽ നിന്നുള്ള രാജിയിൽ വിശദീകരണവുമായി ബെന്നി ബെഹനാൻ MP. സ്ഥാനമൊഴിഞ്ഞത് കോൺഗ്രസ് നേതൃത്വവുമായി ആലോചിച്ച്. രാജി നാടകീയമെന്ന വിവാദങ്ങളിൽ കഴമ്പില്ലെന്നും ബെന്നി ബെഹനാൻ. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിൽ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് CBI അന്വേഷണം. സുഹൃത്ത് വിഷ്ണു സോമസുന്ദരം 50 ലക്ഷം രൂപ ബാലഭാസ്കറിന് നൽകാനുണ്ടെന്ന് അന്വേഷണ സംഘം. ഈ പണം വിഷ്ണു സോമസുന്ദരം സ്വർണ്ണക്കടത്തിൽ നിക്ഷേപിച്ചെന്ന് സംശയം. സാമൂഹിക മാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ അധിക്ഷേപിച്ച യൂട്യൂബർ വിജയ് P നായർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. IT നിയമത്തിലെ വകുപ്പുകളും ചുമത്തി. വിജയ് P നായരുടെ ഡോക്ടറേറ്റ് വ്യാജമെന്ന് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. അസോസിയേഷനിൽ രജിസ്ട്രേഷനില്ലെന്ന് കേരള ഘടകം. സ്വർണ്ണക്കടത്തിലും ലൈഫ് ക്രമക്കേടിലും കേരളത്തിൽ നടക്കുന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഗൗരവകരമെന്ന് CPIM ബംഗാൾ ഘടകം. വിവാദങ്ങളിൽ കേരള ഘടകത്തിന്റെ നിലപാടിൽ ബംഗാൾ ഘടകം വിയോജിപ്പ് അറിയിച്ചു. വിഷയം കേന്ദ്ര കമ്മിറ്റി പരിശോധിക്കണമെന്നും ബംഗാൾ ഘടകം. തിരുവനന്തപുരം കിളിമാനൂരിൽ വാഹനാപകടത്തിൽ 4 മരണം. അപകടത്തിൽപ്പെട്ടത് വെഞ്ഞാറമൂട് സ്വദേശികൾ. കാർ നിയന്ത്രണം വിട്ട് കലിങ്കിൽ ഇടിക്കുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. കൊല്ലം കൊട്ടിയത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ സീരിയൽ നടി ലക്ഷ്മി പ്രമോദിന് ഇടക്കാല ജാമ്യം. കൊല്ലം സെഷൻസ് കോടതിയാണ് ജാമ്യം നൽകിയത്. അടുത്ത മാസം 6-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന് നിർദ്ദേശം. പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി പാലാരിവട്ടം പാലം പൊളിച്ചു തുടങ്ങി. ജോലികൾ പുരോഗമിക്കുന്നത് ഗതാഗതം തടസ്സപ്പെടാതെ. മുഴുവൻ ടിയർ ക്യാപ്പുകളും പൊളിച്ചു മാറ്റുമെന്ന് DMRC ചീഫ് എഞ്ചിനീയർ. പുതിയ പാലം 8 മാസത്തിനകം പൂർത്തിയാകും. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിൽ സർക്കാർ വിട്ടുവീഴ്ചയ്ക്ക്. നിയമന അംഗീകാരത്തിനുള്ള വിലക്ക് നീക്കാൻ തീരുമാനം. 2016 മുതലുള്ള നിയമനങ്ങൾ അംഗീകരിക്കാനാണ് തീരുമാനം. അധിക ഡിവിഷനുകളിൽ സർക്കാർ മാനദണ്ഡ പ്രകാരമുള്ള നിയമനങ്ങൾ അംഗീകരിക്കും. ബീഹാറിൽ RJD കോൺഗ്രസ് സഖ്യം വഴിപിരിയലിന്റെ വക്കിൽ. തിരിച്ചടി ഉണ്ടാകുമെന്ന നിലപാടുകൾ അംഗീകരിക്കുന്നതിനേക്കാൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് നേട്ടമാവുകയെന്ന് RJD. 30 സീറ്റുകൾ മാത്രമേ കോൺഗ്രസ് നൽകാൻ കഴിയൂവെന്നും RJDയുടെ നിലപാട്. ഇന്നത്തെ കോൺഗ്രസ് RJD ഉപേക്ഷി ചർച്ച മാറ്റിവെച്ചതായും RJD നേതൃത്വം.
സംവിധായകൻ വിനയന്റെ വിലക്ക് നീക്കിയതിനെതിരെ ഫെഫ്കയും അനുബന്ധ സംഘടനകളും സമർപ്പിച്ച ഹർജികൾ സുപ്രീം കോടതി തള്ളി. ഉത്തരവ് ജസ്റ്റിസ് RF നരിമാൻ അധ്യക്ഷനായ ബെഞ്ചിന്റേത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് വിധേയനായ കോവിഡ് ബാധിതൻ വീട്ടിൽ മടങ്ങിയെത്തിയത് പുഴുവരിച്ച നിലയിൽ. കഴുത്തിന് താഴേക്ക് തളർന്ന വട്ടിയൂർക്കാവ് സ്വദേശിയെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് ഈ മാസം 21-ന്. ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി കുടുംബം. ഇന്ത്യയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 60 ലക്ഷം കടന്നു. പുതുതായി 82,170 പോസിറ്റീവ് കേസുകളും 1039 മരണവും. ആകെ മരണം 95,000 കടന്നു. തീരദേശ പരിപാലന ചട്ടം ലംഘിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചെന്ന് സുപ്രീം കോടതി. 4 ആഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണം. സെപ്റ്റംബറിൽ പുറപ്പെടുവിച്ച ഉത്തരവിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്നും കോടതി. നിലപാട് വ്യക്തമാക്കിയത് മരണ ഫ്ളാറ്റ് കേസിലെ കോടതിയലക്ഷ്യ ഹർജി. മലബാർ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട ബഫർ സോൺ വിജ്ഞാപനത്തിൽ പഠനം നടത്തും. കോഴിക്കോട് ജില്ലയിലെ ജനവാസ കേന്ദ്രങ്ങളെ ബാധിക്കുമോ എന്ന കാര്യം പഠിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ചുമതല. ഒക്ടോബർ 15-നുള്ളിൽ റിപ്പോർട്ട് തയ്യാറാക്കും. കാർഷിക നിയമത്തിനെതിരായ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ശമനമില്ല. ഇന്ത്യ ഗേറ്റിന് മുന്നിൽ ട്രാക്ടർ കത്തിച്ച് പ്രതിഷേധം. കർണാടകയിൽ കർഷക സംഘടനകളുടെ ബന്ദ്. പഞ്ചാബിൽ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി മുഖ്യമന്ത്രി. ഹരിയാനയിലും അനിശ്ചിതകാല സമരം. കർഷകരുടെ പേരിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികളാണ് ഡൽഹിയിൽ ഉണ്ടായതെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കർഷക ബില്ലിന് എതിരായ പ്രതിഷേധങ്ങൾ നിർഭാഗ്യകരമെന്നും കേന്ദ്രമന്ത്രി. കാർഷിക നിയമത്തിനെതിരായ സമരങ്ങൾക്ക് നേതൃത്വം നൽകാൻ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എത്തുമെന്ന് റിപ്പോർട്ട്. പഞ്ചാബിലെ കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുള്ള പ്രതിഷേധത്തിന് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകും. പഞ്ചാബിലെ ഒരു റാലിയെ രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്യുമെന്ന് സൂചന. വായ്പാ മൊറട്ടോറിയം നീട്ടണമെന്നും പലിശ ഒഴിവാക്കണമെന്നുമുള്ള പൊതുതാൽപര്യ ഹർജികൾ സുപ്രീം കോടതി അടുത്ത തിങ്കളാഴ്ച പരിഗണിക്കാനായി മാറ്റി. നിലപാടറിയിക്കാൻ കേന്ദ്ര സർക്കാർ കൂടുതൽ സമയം തേടി. വിഷയം കേന്ദ്ര സർക്കാരിന്റെ സജീവ പരിഗണനയിലുണ്ടെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. ഡെൻമാർക്ക് പ്രധാനമന്ത്രിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന വെർച്വൽ കൂടിക്കാഴ്ച ഇന്ന്. വ്യാപാരം ഉൾപ്പെടെയുള്ള മേഖലകളിലെ സഹകരണം ചർച്ചയാകും. കോവിഡ് പശ്ചാത്തലത്തിൽ നരേന്ദ്രമോദി വെർച്വലായി കൂടിക്കാഴ്ച നടത്തുന്ന 4ാമത്തെ ലോക നേതാവാണ് ഡെൻമാർക്ക് പ്രധാനമന്ത്രി. ജമ്മുകശ്മീരിൽ സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 2 തീവ്രവാദികളെ വധിച്ചു. ഏറ്റുമുട്ടൽ അവന്തിപ്പോറയിലെ സാംബൂറയിൽ. AK-47 തോക്കുകളും ബുള്ളറ്റുകളും പിടിച്ചെടുത്തതായി സുരക്ഷാ സേന. മഹാരാഷ്ട്രയിൽ സഹപ്രവർത്തകയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച 2 ഡോക്ടർമാർക്കെതിരെ കേസ്. പുനെയിലെ കോവിഡ് സെന്ററിലാണ് സംഭവം. ആരോപണ വിധേയരായ ഡോക്ടർമാരെ കോവിഡ് പശ്ചാത്തലത്തിൽ ഏജൻസി മുഖാന്തരം നിയമിച്ചതാണെന്ന് പൂനെ മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ. മഹാരാഷ്ട്രയിലെ കോൽഹാപൂരിൽ ആശുപത്രിയിൽ തീപിടുത്തം. അപകടം സർക്കാർ ആശുപത്രിയിലെ ICU ഭാഗത്തിൽ. വാർഡിലെ 15 രോഗികളെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ആളപായമില്ലെന്ന് റിപ്പോർട്ട്. CBIയുടെ കാര്യക്ഷമത കുറയുന്നതായി ദേശീയ വിജിലൻസ് കമ്മീഷൻ. 1 വർഷമായി 744 പ്രധാന കേസുകളിൽ അന്വേഷണം നിലച്ചു. അന്വേഷണം നിലച്ചതിൽ 678 കേസുകളും അഴിമതി കേസുകൾ. അന്വേഷണം വൈകുന്നതിന് കാരണം സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്ര സർക്കാർ വകുപ്പുകളുടെയും നിസ്സഹകരണമെന്നും CVC. കോവിഡ് പശ്ചാത്തലത്തിൽ രാജസ്ഥാനിലെ ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. 947 ഗ്രാമപഞ്ചായത്തുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വൈകിട്ട് 5:30 വരെയാണ് വോട്ടെടുപ്പ് സമയം. കോൺഗ്രസ് വിട്ട് ആം ആദ്മി പാർട്ടിയിൽ ചേർന്ന മുൻ MP വീണ്ടും കോൺഗ്രസിൽ തിരിച്ചെത്തി. ജാർഖണ്ഡിലെ മുൻ MP അജോയ് കുമാറാണ് കോൺഗ്രസിൽ ചേർന്നത്. PCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞ വർഷമാണ് അജോയ് കുമാർ ആം ആദ്മിയിലെത്തിയത്. പാർട്ടിയിൽ തിരിച്ചെത്താൻ തനിക്ക് പ്രചോദനമായത് രാഹുൽ ഗാന്ധിയെന്ന് അജോയ് കുമാർ. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 10 ലക്ഷം കടന്നു. 10,02,389 നിലവിലെ മരണസംഖ്യ. 3,33,06,022 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 2,46,37,458 പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടു. 2ാം ഘട്ട കോവിഡ് വ്യാപനം തടയാൻ നടപടികളുമായി ബ്രിട്ടൻ. ലണ്ടനിലും വടക്കൻ ബ്രിട്ടനിലും സോഷ്യൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തും. പബ്ബുകൾ, ഹോട്ടലുകൾ, ബാറുകൾ എന്നിവ 2 ആഴ്ചത്തേക്ക് അടച്ചിടും. നിയന്ത്രണങ്ങൾ പാലിച്ചില്ലെങ്കിൽ കർശന നടപടിയെന്ന് മുന്നറിയിപ്പ്.
അസർബൈജാൻ അർമേനിയ സംഘർഷത്തിൽ അയവില്ല. തുടർച്ചയായ രണ്ടാം ദിനവും ഇരു സേനകളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ മരണം 15ആയി. ഇരു രാജ്യങ്ങളും വെടിവെപ്പ് നിർത്തിവെച്ച് സമാധാനപരമായി ചർച്ച നടത്തണമെന്ന് റഷ്യ. വിഷയത്തിൽ യൂറോപ്യൻ യൂണിയൻ ഇടപെടൽ ആവശ്യപ്പെട്ട് ലോകരാജ്യങ്ങൾ. ചൈനീസ് ആപ്പായ ടിക്ടോക്കിനെതിരെയുള്ള അമേരിക്കൻ നീക്കത്തിന് തിരിച്ചടി. ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വാണിജ്യ വകുപ്പ് ഏർപ്പെടുത്തിയ വിലക്കിന് താൽക്കാലിക സ്റ്റേ ഏർപ്പെടുത്തി ഫെഡറൽ ജഡ്ജിയുടെ ഉത്തരവ്. നവംബർ 12 വരെ ടിക്ടോക്ക് ആപ്പ് സ്റ്റോറുകളിൽ ലഭ്യമാകും. അമേരിക്കയിലെ വടക്കൻ മേഖലകളിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം ഉയരുന്നതായി റിപ്പോർട്ട്. പരിശോധന നടത്തുന്ന 25% ആളുകളിലും രോഗം സ്ഥിരീകരിക്കുന്നതായി കണക്കുകൾ. റിപ്പോർട്ട് കോവിഡ് ട്രാക്കിംഗ് പ്രോജക്ട് നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ. കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്ന ഓസ്ട്രേലിയൻ സംസ്ഥാനമായ വിക്ടോറിയയിൽ രോഗം ബാധിച്ചവരുടെ എണ്ണത്തിൽ കുറവ്. 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് 5 കേസുകൾ മാത്രം. സംസ്ഥാനത്തെ രാത്രികാല ലോക്ഡൌൺ പിൻവലിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ഓസ്ട്രേലിയൻ നഗരമായ സിഡ്നി. സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള ജനങ്ങൾക്ക് 20,000-ഓളം മാസ്കുകൾ സൗജന്യമായി നൽകും. തെരുവിൽ കഴിയുന്നതും വീടുകൾ ഇല്ലാത്തവർക്കുമായി മാസ്കുകൾ വിതരണം ചെയ്യും. ചൈനയിലെ ചൊങ്കിങ് പട്ടണത്തിലെ ഖനി അപകടത്തിൽ 17 മരണം. കൺവെയർ ബെൽറ്റുകൾ തീപിടിച്ച അന്തരീക്ഷത്തിൽ കാർബൺ മോണോക്സൈഡ് വർദ്ധിച്ചതാണ് അപകട കാരണമെന്ന് റിപ്പോർട്ട്. സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ. ഇറാനും ഇറാഖും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തമാക്കാൻ തീരുമാനം. ഇറാഖ് വിദേശകാര്യമന്ത്രിയുടെ ദ്വിദിന ഇറാൻ സന്ദർശനം പൂർത്തിയായി. അമേരിക്കൻ സൈന്യത്തിനെതിരെ ഇരു രാജ്യങ്ങളും സംയുക്തമായി പോരാടുമെന്നും ആഹ്വാനം. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ആദ്യ സംവാദം നാളെ. അമേരിക്കൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡനും തമ്മിൽ നടക്കുക 90 മിനിറ്റ് ദൈർഘ്യമുള്ള സംവാദം. സ്ഥാനാർത്ഥികൾ തമ്മിൽ നിശ്ചയിച്ചിരിക്കുന്നത് 3 സംവാദങ്ങൾ. ന്യൂയോർക്ക് ടൈംസിനെതിരെ വിമർശനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തനിക്കെതിരെ വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നതായി ഡൊണാൾഡ് ട്രംപിന്റെ വിമർശനം. 10 വർഷത്തിനിടയിൽ ഡൊണാൾഡ് ട്രംപ് നികുതി അടച്ചിട്ടില്ലെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. കോവിഡ് വ്യാപനം കുറയ്ക്കാൻ നേസൽ സ്പ്രേ സഹായകരമെന്ന അവകാശവാദവുമായി ഓസ്ട്രേലിയൻ ബയോടെക് കമ്പനി. റിപ്പോർട്ട് പുറത്തുവിട്ടത് മൃഗങ്ങളിൽ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ. മനുഷ്യരിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നേസൽ സ്പ്രേ സഹായിക്കുമെന്നും ഗവേഷകർ. ഓസ്ട്രേലിയയിലേക്കുള്ള യാത്രാവിലക്ക് ഡിസംബറോടെ നീക്കുമെന്ന് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആർഡൻ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ട്രാവൽ ബബിൾ പദ്ധതിയുടെ ചർച്ചകൾ പുരോഗമിക്കുന്നതായി പ്രധാനമന്ത്രി. യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് കോവിഡ് വ്യാപനം കണക്കിലെടുത്ത്. റഷ്യയുടെ വടക്കൻ മേഖലകളിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും തുടരുന്നു. തരകൻ നഗരത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 14 മരണം. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി അധികൃതർ. അമേരിക്കയിലെ ലൂയിസ്വില്ലിൽ ബ്ലാക്ക് ലൈവ്സ് മാറ്റേഴ്സ് പ്രതിഷേധം തുടരുന്നു. ബ്രയോണ ടൈലറിന്റെ കൊലപാതകത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരെ വെറുതെ വിട്ട നടപടി പിൻവലിക്കണമെന്ന് പ്രതിഷേധക്കാർ. കർഫ്യൂ ലംഘിച്ചെന്നാരോപിച്ച് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി. കാലിഫോർണിയയിൽ കാട്ടുതീ പടരുന്നു. വൈൻയാർഡുകളുള്ള നാപ്പ വാലിയിലേക്കും തീ പടർന്നു. 1000 ഏക്കറോളം കത്തി നശിച്ചു. മെക്സിക്കോയിലെ ബാറിൽ 11 പേർ കൊല്ലപ്പെട്ട നിലയിൽ. മരിച്ചവരിൽ 7 പുരുഷന്മാരും 4 സ്ത്രീകളും. ഗുണ്ടാ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ്. അന്വേഷണം പുരോഗമിക്കുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് നാസയുടെ അത്യാധുനിക ടോയ്ലറ്റ് സംവിധാനം. യൂണിവേഴ്സൽ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം വിക്ഷേപണത്തിന് തയ്യാറാകുന്നു. പുതിയ ടോയ്ലറ്റ് സംവിധാനം ബഹിരാകാശത്തെത്തിക്കുക. ബഹിരാകാശ യാത്രികർക്കായുള്ള അവശ്യ വസ്തുക്കളുമായി യാത്ര തിരിക്കുന്ന ബഹിരാകാശ വാഹനത്തിൽ. സൗദിയിൽ കോവിഡ് സാഹചര്യം മെച്ചപ്പെടുന്നു. രോഗമുക്തി നിരക്ക് 95% മുകളിലെത്തി. രോഗവ്യാപനം തടയുന്നതിനുള്ള നിയന്ത്രണങ്ങൾ തുടരുമെന്ന് അധികൃതർ. ഖത്തർ എയർവേസിന് $2 ബില്യൺ സാമ്പത്തിക സഹായം നൽകി സർക്കാർ. സഹായം കോവിഡ് വ്യാപനം മൂലം കമ്പനി വൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ. സൗദിയിൽ ആംബുലൻസ് ഡ്രൈവറായി സ്വദേശി വനിതയെ നിയമിച്ചു. സാറ അൽ എനൈസി ഡ്രൈവറായി സേവനം ആരംഭിച്ചത് റിയാദ് കിങ് ഫഹദ് മെഡിക്കൽ സിറ്റി. കോവിഡ് പശ്ചാത്തലത്തിൽ നിർത്തിവെച്ചിരുന്ന ദുബായ് ഷാർജ ബസ് സർവീസ് വീണ്ടും തുടങ്ങി.
2 റൂട്ടുകളിൽ സർവീസ് ആരംഭിച്ചു. 3ാമത്തെ റൂട്ടിൽ 2 ആഴ്ചക്കകം സർവീസുകൾ നടത്തും. ജനുവരി മുതൽ വിദേശ ടൂറിസ്റ്റുകൾക്ക് സൗദിയിൽ പ്രവേശിക്കാമെന്ന് ടൂറിസം മന്ത്രി. അടുത്ത വർഷം ആദ്യത്തോടെ ടൂറിസം മേഖല പൂർവ്വസ്ഥിതിയിലെത്തുമെന്നും മന്ത്രി. ഉംറ തീർത്ഥാടകരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ഹറം പള്ളികളിൽ പൂർത്തിയായതായി സൗദി ഹജ്ജ് മന്ത്രി. തീർത്ഥാടകർക്ക് കർമ്മങ്ങൾ നിർവഹിക്കാൻ ഗ്രൂപ്പുകളായി തിരിച്ച് അവസരമൊരുക്കും. ആദ്യഘട്ടത്തിൽ ഉംറ നിർവഹിക്കാൻ അനുമതിയുള്ളത് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം. കാർബൺ രഹിത പൊതുഗതാഗത സംവിധാനവുമായി ഖത്തർ. 2 വർഷത്തിനകം പൊതുഗതാഗത മേഖലയിലെ 25% ബസ്സുകളും ഇലക്ട്രിക് ആക്കുമെന്ന് അധികൃതർ. ലക്ഷ്യം 2030 കാർബൺ പുറന്തള്ളുന്നതിന്റെ തോത് കുറയ്ക്കുക. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 36,800 രൂപയിലും ഗ്രാമിന് 4,600 രൂപയിലും വ്യാപാരം പുരോഗമിക്കുന്നു. IPL-ൽ ഇന്ന് ഗ്ലാമർ പോരാട്ടം. ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലിയുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഉപനായകൻ രോഹിത് ശർമ്മയുടെ മുംബൈ ഇന്ത്യൻസും ഏറ്റുമുട്ടും. മത്സരം രാത്രി 7:30 ദുബായിൽ. IPL-ൽ രാജസ്ഥാൻ റോയൽസിന് ത്രസിപ്പിക്കുന്ന ജയം. പഞ്ചാബ് ഉയർത്തിയ 223 വിജയലക്ഷ്യം 3 പന്ത് ശേഷിക്കെ രാജസ്ഥാൻ മറികടന്നു. 42 പന്തിൽ നിന്ന് 85 റൺസ് എടുത്ത മലയാളി താരം സഞ്ജു സാംസൺ കളിയിലെത്താൻ. ലാലിഗയിലെ ആദ്യ മത്സരത്തിൽ ബാഴ്സലോണയ്ക്ക് തകർപ്പൻ ജയം. VRL-നെ തകർത്തത് മറുപടിയില്ലാത്ത 4 ഗോളുകൾക്ക്. ഇരട്ട ഗോളുകളുമായി തിളങ്ങി കൗമാര താരം അൻസു ഫാത്തി. ബാഴ്സലോണയ്ക്കായി ഗോൾ നേടി ലയണൽ മെസ്സി. ഇറ്റാലിയൻ ലീഗിലെ യുവന്റസ് റോമ പോരാട്ടം സമനിലയിൽ. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞു. യുവന്റസിനായി ഗോൾ നേടിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ. കെ സച്ചിദാനന്ദന്റെ കോഴിപ്പങ്ക് എന്ന കവിതയുടെ മ്യൂസിക് വീഡിയോ ഒരുങ്ങി. റൈറ്റിംഗ് കമ്പനിയുടെ ബാനറിൽ മുഹ്സിൻ പരാരിയാണ് നിർമ്മാണം. ശ്രീനാഥ് ഭാസിയാണ് ആലാപനം. ഇനി ജില്ലാ വാർത്തകൾ. മത്സ്യബന്ധനത്തിലെ നിയമലംഘനങ്ങൾക്കുള്ള പിഴ 10,000 രൂപയിൽ നിന്ന് 5,000 കുറച്ചു. മത്സ്യബന്ധന വള്ളങ്ങൾക്കുള്ള പിഴ എഞ്ചിൻ ശേഷിക്കനുസരിച്ച് 9 സ്ലാബുകളായി പുതുക്കി. നടപടി പിഴ കൂടുതലാണെന്ന പരാതിയെ തുടർന്ന്. തിരുവനന്തപുരം കല്ലമ്പലം നാവായിക്കുളത്ത് കണ്ടെത്തിയ മൃഗത്തിന്റെ കാൽപ്പാടുകൾ കരടിയുടേതെന്ന് വനംവകുപ്പ്. നാട്ടുകാർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം. കരടിയെ പിടികൂടാൻ വനംവകുപ്പ് നടപടികൾ തുടങ്ങി. തിരുവനന്തപുരത്ത് ഭാര്യയെയും കുഞ്ഞിനെയും ബൈക്കിൽ നിന്നും തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. നെട്ടയം സ്വദേശി ആന്റോയാണ് അറസ്റ്റിലായത്. പരിക്കേറ്റ യുവതിയും കുട്ടിയും പേരൂർക്കട ആശുപത്രിയിൽ ചികിത്സയിൽ. കൊല്ലം കരുനാഗപ്പള്ളി തൊടിയൂരിൽ ചെക്ക് ഡാമിന് സമീപം കാണാതായ 19-കാരന്റെ മൃതദേഹം കണ്ടെത്തി. തെക്കുംഭാഗം സ്വദേശി ഇന്ദ്രജിത്താണ് മരിച്ചത്. അപകടം സുഹൃത്തുക്കളുമായി ചേർന്ന് കുളിക്കാനിറങ്ങിയപ്പോൾ. കൊല്ലം പുനലൂർ നഗരസഭയിലെ 3 വാർഡുകൾ കൂടി കണ്ടെയ്ൻമെന്റ് സോണിൽ. ജില്ലയിലെ 7 പഞ്ചായത്തുകളിലെ 7 വാർഡുകളിലും പുതുതായി നിയന്ത്രണം. 7 നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കി. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ബില്ലിനെതിരെ ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കർഷക തൊഴിലാളി ഫെഡറേഷന്റെ ധർണ. മുൻ KPCC ജനറൽ സെക്രട്ടറി CR ജയപ്രകാശ് ധർണ ഉദ്ഘാടനം ചെയ്തു. കർഷകരെ പട്ടിണിയിലാക്കി ഉൽപാദന വിപണന രംഗത്ത് കോർപ്പറേറ്റുകളുടെ ആധിപത്യം സ്ഥാപിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് CR ജയപ്രകാശ്. ആലപ്പുഴ ഒറ്റമശ്ശേരിയിൽ കടലിൽ കുളിക്കാനിറങ്ങിയ 19-കാരനെ കാണാതായി. ഒറ്റമശ്ശേരി സ്വദേശി അജയിയാണ് കാണാതായത്. സ്ഥലത്ത് കോസ്റ്റ് ഗാർഡും ഫയർഫോഴ്സും തെരച്ചിൽ തുടങ്ങി. ആലപ്പുഴയിൽ പൂജാരി ചമഞ്ഞ് ആൾമാറാട്ടം നടത്തി പണം തട്ടിയ കേസിൽ അറസ്റ്റിലായ പ്രതി ഫൈസൽ റിമാൻഡിൽ. കഴിഞ്ഞ ദിവസം ഇയാളെ അറസ്റ്റ് ചെയ്തത് കുറത്തിക്കാട് പോലീസ്. ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട സുഹൃത്തിന്റെ വീട്ടിൽ താമസിച്ചായിരുന്നു തട്ടിപ്പ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോട്ടയം ജില്ലയിലെ സംവരണ മണ്ഡലങ്ങൾ നിർണ്ണയിക്കുന്നതിനുള്ള നറുക്കെടുപ്പ് തുടങ്ങി. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ കളക്ടർ M. അഞ്ജനയുടെ നേതൃത്വത്തിലാണ് നറുക്കെടുപ്പ്. അടുത്ത മാസം 5-ന് മുൻപ് നറുക്കെടുപ്പ് പൂർത്തിയാക്കും. ചെങ്ങന്നൂരിലെ വിഗ്രഹ നിർമ്മാണശാലയിലെ കവർച്ചയ്ക്ക് പിന്നിൽ തൊഴിൽ തർക്കമെന്ന് പോലീസ്. ആക്രമണത്തിന് പിന്നിൽ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരനാണെന്ന് സൂചന. അന്വേഷണം ഊർജിതം. ബൈക്കിലെത്തിയ സംഘം കവർന്നത് ലണ്ടനിലെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനായി നിർമ്മിച്ച 60 കിലോ തൂക്കമുള്ള അയ്യപ്പ വിഗ്രഹം.
മാന്ദ്യത്തിൽ നിന്ന് കരകയറി ഇടുക്കി തേക്കടി ടൂറിസം 5 മാസമായി അടഞ്ഞുകിടന്ന തേക്കടി വീണ്ടും സജീവം. അന്താരാഷ്ട്ര ടൂറിസം ദിനത്തിലെത്തിയത് 89 പേർ. അങ്കമാലി മഞ്ഞപ്ര കുഴിയംപാടത്ത് ജനതാ ക്രഷർ കൺവെയർ ബെൽറ്റിൽ കുടുങ്ങി യുവാവ് മരിച്ചു. ഒഡീഷ സ്വദേശിയായ രാജീവാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7 മണിക്കാണ് സംഭവം. എറണാകുളം കാഞ്ഞിരമറ്റം നീർപ്പാറയ്ക്ക് സമീപം മീൻ കയറ്റി വന്ന കണ്ടെയ്നർ ലോറിയും കാറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും കത്തിനശിച്ചു. പരിക്കേറ്റ കാർ യാത്രികർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. തൃശൂർ കൈപ്പറമ്പിൽ EMS മെമ്മോറിയൽ മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. 22 വർഷങ്ങൾക്ക് ശേഷം യാഥാർത്ഥ്യമായത് 1997 6.5 ഏക്കർ സ്ഥലം വാങ്ങി ആരംഭിച്ച ദൗത്യം. കൈപ്പറമ്പ് പഞ്ചായത്ത് സ്റ്റേഡിയം നിർമ്മിച്ചത് 3 കോടി രൂപ ചെലവഴിച്ചു. തൃശൂർ കുന്നംകുളത്ത് മത്സ്യമാംസ കടകളിൽ മിന്നൽ പരിശോധനയുമായി നഗരസഭ ആരോഗ്യ വിഭാഗം. പരിശോധനയിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി. നിയമലംഘനം നടത്തിയ കടയുടമകളിൽ നിന്ന് 10,000 രൂപ വീതം പിഴ ഈടാക്കി. നഗരത്തിലെ അഴുക്കുചാൽ സംവിധാനം തടസ്സപ്പെടുത്തിയാൽ കർശന നടപടിയെന്ന് പാലക്കാട് നഗരസഭ. അയോധ്യ നഗർ ഉൾപ്പെടെയുള്ള ചില പ്രദേശങ്ങളിൽ നിന്ന് പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് നടപടി. ഈ മേഖലയിൽ ചാലിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നത് പതിവായെന്ന് പ്രദേശവാസികൾ. പാലക്കാട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലെ PTS ഒഴിവിലേക്ക് എംപ്ലോയ്മെന്റ് ഓഫീസ് വഴി നിയമനം. ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കായി നാളെ രാവിലെ 11 മണിക്ക് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ ഇന്റർവ്യൂ നടക്കും. അറിയിപ്പ് ലഭിക്കാത്തവർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് നിർദ്ദേശം. മന്ത്രി KT ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് മഹിളാ മോർച്ച മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പൊതുയോഗം സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ചങ്കരൻകുളത്ത് പാരമ്പര്യ വൈദ്യൻ എന്ന പേരിൽ ചികിത്സ നടത്തിയാൽ പിടിയിൽ. അറസ്റ്റിലായത് കോഴിച്ചുണ്ട സ്വദേശി KM മുഹമ്മദ് അലി. നടപടി ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ. ഇയാൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം പോലുമില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. കോഴിക്കോട് കുറ്റ്യാടി വേളം പൂമുഖത്ത് കാട്ടുപന്നിക്കൂട്ടം കൃഷി നശിപ്പിക്കുന്നതായി പരാതി. പരിസര പ്രദേശങ്ങളെ തീക്കുനി, നീട്ടൂർ പ്രദേശങ്ങളിലെയും കർഷകരുടെ വിളകൾ കാട്ടുപന്നികൾ നശിപ്പിച്ചു. കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യം. കോഴിക്കോട് ജില്ലയിലെ വളയം സാമൂഹ്യാരോഗ്യ കേന്ദ്രം നവീകരിക്കുന്നതിന് 37 ലക്ഷം രൂപ അനുവദിച്ച ആരോഗ്യവകുപ്പ്. തുക അനുവദിച്ചത് ഓഫീസ് സൗകര്യം ഉൾപ്പെടെ ആധുനിക രീതിയിൽ നവീകരിക്കുന്നതിന്. 2 കോടി 60 ലക്ഷം രൂപ ചെലവിൽ നേരത്തെ പുതിയ കെട്ടിടം നിർമ്മിച്ചിരുന്നു. കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിലേക്കുള്ള 4ാമത്തെ കവാടം പണി പൂർത്തിയായി. കവാടം ഔദ്യോഗികമായി തുറന്നാൽ BM സ്കൂൾ പരിസരത്ത് നിന്നും ടൗൺ ഹാൾ, ഹെഡ് പോസ്റ്റ് ഓഫീസ്, കോമൺവെൽത്ത് റോഡ് ഭാഗത്തേക്ക് എത്താൻ എളുപ്പമാകും. 1.8 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പുതിയ കവാടം. വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിർമ്മിച്ച അഗ്രോ റൈസ് മിൽ 2 വർഷമായിട്ടും പ്രവർത്തിച്ചു തുടങ്ങിയില്ല. മിൽ സ്ഥാപിച്ചത് 3.5 കോടി രൂപ ചെലവിട്ട്. ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിച്ച നിലയിൽ. വയനാട് വൈത്തിരി ടൗണിന്റെ സമഗ്ര വികസനത്തിനായി വൈത്തിരി ടൗൺ വികസന കൂട്ടായ്മ. ടൗണിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കും. ടൗൺ ഭാവിയിൽ എന്നതിനെ സംബന്ധിച്ച് വികസന രേഖ തയ്യാറാക്കാനും വീഡിയോഗ്രാഫിക്സ് നിർമ്മിക്കാനും തീരുമാനം. വയനാട് പനമരം ആര്യാനൂർ നടയിലെ പെട്രോൾ പമ്പിൽ ജില്ലാ ലീഗൽ മെട്രോളജി വിഭാഗത്തിന്റെ പരിശോധന. നടപടി ഇന്ധന അളവിൽ കുറവെന്ന പരാതിയെ തുടർന്ന് അളവിൽ കുറവ് കണ്ടെത്തിയ 2 നോസിൽ പൂട്ടി സീൽ ചെയ്തു. തുടർ നടപടിക്ക് ജില്ലാ ഡെപ്യൂട്ടി കൺട്രോളർക്ക് നിർദ്ദേശം. വയനാട്ടിൽ ഗ്രാമീണ മേഖലയിലെ യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ KSRTCയുടെ ബോണ്ട് സർവീസിന്റെ ഉദ്ഘാടനം IC ബാലകൃഷ്ണൻ MLA നിർവഹിച്ചു. പുൽപ്പള്ളിയിൽ നിന്നും കേണിച്ചിറ മുട്ടിൽ വഴി കൽപ്പറ്റയിലേക്കാണ് സർവീസ്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വർണ്ണവേട്ട. കസ്റ്റംസ് പിടികൂടിയത് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 48 ലക്ഷം രൂപയുടെ സ്വർണം. ദുബായിൽ നിന്നെത്തിയ ചൊക്ലി സ്വദേശിനി പിടിയിൽ. കണ്ണൂർ ജില്ലയിൽ പുതിയ കണ്ടെയ്ൻമെന്റ് സോണുകൾ. 47 വാർഡുകൾ കൂടി കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണത്തിൽ. ചെങ്ങളായി പഞ്ചായത്തിലെ 6ാം വാർഡിലെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി. കണ്ണൂർ എരുവശ്ശേരിയിലെ കള്ളവോട്ട് കേസിൽ വിധി ഒക്ടോബർ 5-ന്. തളിപ്പറമ്പ് 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. മംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 6 സ്വർണ്ണ ബിസ്ക്കറ്റുകൾ പിടികൂടി. ദുബായിൽ നിന്നെത്തിയ ഇൻഡിഗോ വിമാനത്തിലെ സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം. സ്വർണം പിടികൂടിയത് മംഗളൂരു കസ്റ്റംസ് എയർ ഇന്റലിജൻസ് നടത്തിയ റെയ്ഡിൽ.
കാസർഗോഡ് കുമ്പളയിൽ മദ്യവേട്ട. ഓട്ടോറിക്ഷയിൽ കടത്തിയ മദ്യം പിടിച്ചെടുത്തത് വാഹന പരിശോധനയ്ക്കിടെ. 2 പേർ പിടിയിൽ. ഇനി ഫാക്ട് ചെക്ക്. അന്തരിച്ച ഗായകൻ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ മൃതദേഹം ആശുപത്രിയിലെ ബിൽ അടയ്ക്കാത്തതുമൂലം വിട്ടു നൽകാൻ വൈകിയെന്ന തരത്തിൽ വ്യാജ വാർത്ത. ഉപരാഷ്ട്രപതി M. വെങ്കയ്യനായിഡു ഇടപെട്ടതിനെ തുടർന്നാണ് മൃതദേഹം വിട്ടു നൽകിയതെന്നും വ്യാജ പ്രചാരണം. പ്രചരിക്കുന്നത് വ്യാജമെന്നും അടിസ്ഥാനരഹിതമെന്നും വ്യക്തമാക്കി SPBയുടെ മകൻ SP ചരൺ രംഗത്ത്. അമേരിക്കയിൽ പ്രതിഷേധക്കാർ റോഡിൽ കുഴിയുണ്ടാക്കുന്നു എന്ന പേരിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. ഡെമോക്രാറ്റിക് പാർട്ടി അനുകൂലികളാണ് ഇത്തരം പ്രതിഷേധത്തിന് പിന്നിലെന്നും വ്യാജ പ്രചാരണം. യഥാർത്ഥ ചിത്രം സൗത്ത് ആഫ്രിക്കയിലേത്. കുടിവെള്ളം ലഭിക്കാതെ തുടർന്ന് നടത്തിയ പ്രതിഷേധത്തിന്റെ ചിത്രമാണ് ഇത്. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് കേരളത്തിനെതിരെ വ്യാജ പ്രചാരണം. ലക്ഷ്മി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സമൂഹ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച കേരളത്തിനെതിരെ നടക്കുന്ന വ്യാജ പ്രചാരണം തുടരുകയാണ്. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പെൺകുട്ടിക്ക് നേരെ നടക്കുന്നത് ക്രൂരപീഡനമെന്നാണ് പുതിയ വ്യാജ പ്രചാരണം. കേരളത്തിലെ ലവ് ജിഹാദിന്റെ ഒടുവിലത്തെ ഇര എന്ന അടിക്കുറിപ്പോട് കൂടിയാണ് ഈ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. ദമ്പതികളുടെ വിവാഹ ചിത്രവും അതേ പെൺകുട്ടിയുടെ ദേഹമാസകലം മുറിവേറ്റ പാടുകളുള്ള മറ്റു ചിത്രങ്ങളും പോസ്റ്റിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. കേരളത്തിലെ പെൺകുട്ടികളുടെ അവസ്ഥയെന്ന പേരിൽ ട്വിറ്ററിലും ഫേസ്ബുക്കിലുമടക്കം നിരവധി സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ചിത്രം വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ നടന്ന സംഭവമാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വ്യാജ വാർത്തയുടെ അടിസ്ഥാനം. ക്രൂരമായ ഗാർഹിക പീഡനം നേരിടേണ്ടി വന്ന പെൺകുട്ടിയുടെ ചിത്രമാണ് വ്യാജ പ്രചാരണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. പ്രചരിക്കുന്ന പോസ്റ്റുകളുടെ വാസ്തവം ഇങ്ങനെ. സൗമ്യ ഹസൻ എന്ന ബംഗ്ലാദേശ് സ്വദേശിനിയാണ് ചിത്രത്തിലുള്ളത്. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്തൃവീട്ടുകാർ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നു. 2020 ജൂൺ 26 പുറത്തിറങ്ങിയ ബംഗ്ലാദേശ് പത്രങ്ങളിൽ ഇത് സംബന്ധിച്ച വാർത്തയും വന്നിരുന്നു. സംഭവത്തെക്കുറിച്ച് പെൺകുട്ടി തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലും പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. കുടുംബത്തോടൊപ്പമുള്ള മറ്റു വിവാഹ ചിത്രങ്ങളും അക്കൗണ്ടിൽ കാണാൻ സാധിക്കും. ലവ് ജിഹാദ് പോലൊരു വിഷയത്തെ കേരളവുമായി ബന്ധപ്പെടുത്തി വ്യാജവാർത്ത മെനഞ്ഞെടുത്തിരിക്കുകയാണ് ഇവിടെ. രാഷ്ട്രീയ താൽപര്യങ്ങൾ പോലുള്ള ചില ഗൂഢലക്ഷ്യങ്ങളാണ് ഇത്തരം വ്യാജ വാർത്തകൾക്ക് പിന്നിൽ. ഇപ്പോൾ കിട്ടിയ വാർത്തകൾ. നടിയെ ആക്രമിച്ച കേസിൽ മുഖ്യ സാക്ഷി വിപിൻ ലാലിനെ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി. പോലീസ് നൽകിയ മൊഴി കോടതിയിൽ തിരുത്തണമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. വിപിൻ ലാലിന്റെ പരാതിയിൽ കേസെടുത്ത് ബേക്കൽ പോലീസ്. ആരെയും പ്രതി ചേർക്കാതെയാണ് കേസെടുത്തിട്ടുള്ളത്. FIRന്റെ പകർപ്പ് 24. ശബരിമലയിലെ മണ്ഡലകാല തീർത്ഥാടനത്തിൽ തീരുമാനം കൈക്കൊള്ളാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. പ്രത്യേക സാഹചര്യത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് തീർത്ഥാടനം അനുവദിക്കും. മാനദണ്ഡം നിശ്ചയിക്കാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സമിതി ഉണ്ടാക്കും. വെർച്വൽ ക്യൂ വഴി പ്രവേശനം അനുവദിക്കും. മറ്റ് സംസ്ഥാനക്കാരെയും പ്രവേശിപ്പിക്കും.